ടെറസിലെ ചെടിച്ചട്ടിയിൽ നട്ട വഴുതനയിലുണ്ടായ വഴുതനങ്ങയാണത്. നല്ല മുഴുത്ത വഴുതനങ്ങയായിട്ടുണ്ട്, പച്ച വഴുതന. ഏകദേശം പറിച്ചെടുക്കാറായും തോന്നുന്നുണ്ട്. രണ്ടാമത്തെ വഴുതനങ്ങ അത്ര വലുതായിട്ടില്ല, ചെറുതാണ്. പിന്നുണ്ടായ പൂക്കളും അതിന് മുമ്പുണ്ടായ പൂക്കളൊക്കെ ഒരുവിധം കൊഴിഞ്ഞുപോയ പോലെയാണ് കാണുന്നത്. പക്ഷേ ചെടി നന്നായിട്ട് വളരുന്നുണ്ട്, കുറച്ചുകൂടെ പൂമുട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇനിയും കായ്ച്ചുകൂടായില്ല. കൂടെ ചെടിച്ചട്ടിയുള്ള മറ്റേ വഴുതന വളരെ ശോഷിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഒരു 15 ചെടിച്ചട്ടിയിൽ ഇത്രക്കല്ലേ വളരാൻ സാധിക്കുള്ളൂ. ഈ ചെടിയും ഫോട്ടോട്രോപ്പിസം, ഇന്നലെ പറഞ്ഞ ഫോട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട്. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വളരുന്നത് കാണാം. അതായത് ചുമരല്ലാത്ത ഭാഗത്തേക്ക് കാണാം വളരുന്നത്. സൂര്യപ്രകാശം ആ ഭാഗത്തു നിന്നാണല്ലോ കിട്ടുന്നത്. ചുമരിൻ്റെ അവിടേക്ക് സൂര്യപ്രകാശം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ ചെടിയും ഫോട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട്. ഈ വയലറ്റ് വഴുതന ചെടി ഒരു 22 ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. വലിയ ചെടിച്ചട്ടിയാണ്, ധാരാളം മണ്ണ് കൊള്ളും. അപ്പോൾ അതിലൊരു വഴുതനയ്ക്ക് വളരാൻ സ്ഥലം ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടെ തക്കാളിയും നട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് ഇതേപോലെയുള്ള ചെടിച്ചട്ടിയിൽ നട്ട പയറുണ്ട്. ആ പയറിൻ്റെ വള്ളി പടർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നേരത്തെ കണ്ട പയർ. പിന്നെ പോരാത്തതിന് ഇതേ ചെടിച്ചട്ടിയിലൊരു ചെറിയ മുരിങ്ങയുണ്ട്. പിന്നിൽ കാണുന്ന തടി മുരിങ്ങയാണ്. അതാ കാണുന്ന കുറച്ച് കട്ടിയുള്ള തടി മുരിങ്ങയുടെയാണ്. പയറിപ്പോൾ കണ്ടല്ലോ. പിന്നെ നേരത്തെ വയലറ്റ് നിറത്തുള്ള പൂക്കളും കണ്ടില്ലേ. വയലറ്റ് വഴുതനയ്ക്ക് പൂക്കൾക്ക് വയലറ്റ് ശാഖയുണ്ട് നിറത്തിന്. ഒരു തൂവെള്ളയല്ല പൂക്കൾ, കണ്ടില്ലേ. കുറച്ച് വയലറ്റ് ചേർന്ന വെള്ളയാണ് വയലറ്റ് വഴുതനയുടെ പൂക്കൾ. ഇതായിപ്പോൾ മുരിങ്ങ നന്നായിട്ട് കാണാം. നല്ല കട്ടിയുള്ളൊരു തടി കാണുന്നത് മുരിങ്ങയാണ്. അതിൻ്റെ ഇടയിൽ പിന്നിൽ കാണുന്നത് തക്കാളിയാണ്. പയറുത ഇപ്പം നന്നായിട്ട് കാണാം. ചെടിച്ചട്ടിയിൽ നന്നായി കായ്ച്ചു നിൽക്കുന്ന മുളക് ചെടി കാണാം. ഈ മുളക് ചെടി വേറെ സ്ഥലത്തു നിന്ന് ഈ ചെടിച്ചട്ടിയിലേക്ക് പറിച്ചു നട്ടതാണ്. നന്നായി വളരുന്നുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം കായ്ക്കാനും തുടങ്ങി. വിത്തുകൾ പാക്കറ്റിൽ വാങ്ങിച്ചതാണ് അടുത്തുള്ള കടയിൽ നിന്ന്. വളമായി കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കാറ്. ദിവസവും ഒരു നേരമെങ്കിലും നനയ്ക്കും. മുൻപൊന്നും ഇവിടെ ചെടിച്ചട്ടിയിൽ നട്ട മുളക് ചെടികൾ കായ്ച്ചിരുന്നില്ല. ഇപ്പോൾ നല്ലവണ്ണം കായ്ക്കുന്നുണ്ട്. വിത്ത് ഗുണം തന്നെ ആയിരിക്കണം. വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ ചൊല്ല്. ഇത്തവണ ചെടിച്ചട്ടികളിൽ നട്ട വെണ്ട ചെടികൾ നന്നായി വളരുന്നുണ്ട്, കായ്ക്കുന്നുമുണ്ട്. കഴിഞ്ഞ തവണ വളർച്ചയും കായ്ഫലവും നന്നേ കുറവായിരുന്നു. ഇലകൾ